ഇന്ന് ജോലി കഴിഞ്ഞിറങ്ങിയപ്പം ഐസ്ക്രീം കഴിക്കണമെന്ന് ഒരേ ഒരു ആഗ്രഹം. അപ്പോൾ പിന്നെ നമ്മളത് സാധിച്ചു കൊടുക്കണമല്ലോ. കാര്യം വേറൊന്നുമല്ല, പുതിയൊരു ഐസ്ക്രീം ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അവിടുന്ന് ഒരു കൂപ്പൺ മെയിൽ കിട്ടി. അപ്പം നമുക്ക് അത് യൂസ് ചെയ്യാമല്ലോ എന്ന് ഓർത്തു. അപ്പം നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഇവിടെ പല രീതിയിലുള്ള കോൺസ് ഉണ്ട്, പിന്നെ പല ഫ്ലേവറായിട്ടുള്ള ഐസ്ക്രീം ഉണ്ട്. ഞാൻ വാങ്ങിച്ചത് കോഫി ഐസ്ക്രീമായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ അതെല്ലാം നല്ലതുപോലെ എൻജോയ് ചെയ്തു. വളരെ ടയേർഡായിരുന്നു. അപ്പം ഐസ്ക്രീം നല്ലതായിട്ടൊന്ന് നമ്മളൊന്ന് എനർജൈസ് ചെയ്തു കേട്ടോ. പിന്നെ വീട്ടിൽ വന്നപ്പോൾ ഡിന്നർ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ റാപ്പാണ്. ഈസി ആയിട്ട് ചിക്കൻ കട്ട് ചെയ്ത് അതിലേക്ക് ഉപ്പ്, മുളക് പൊടി, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ തൈര്, ഒരു അര നാരങ്ങ നീര്, ഇവയെല്ലാം കൂടെ എടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുക. നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും. എനിക്ക് സമയമില്ലാഞ്ഞതുകൊണ്ട് ഞാൻ അപ്പം തന്നെ മാരിനേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനിയും ശേഷം പാനിലേക്ക് നമ്മൾ എണ്ണ ചൂടാകുമ്പോൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കന് ഇട്ട് കൊടുക്കുക. അത് മൂടിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ ചെറിയ പീസസ് ആയതുകൊണ്ട് പെട്ടെന്ന് വെന്തോളും. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇപ്പം നമുക്ക് ഒരു ഫ്രൈഡ് ലുക്കാണ് വേണമെന്നുണ്ടെങ്കിൽ ഒരിത്തിരി എണ്ണ കൂടുതലിടുക. അപ്പം ചിക്കൻ വെന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളതാണ്ട് ഇതുമാതിരി നല്ല പാൻ ഫ്രൈഡായിട്ട് ചിക്കൻ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു പാൻ എടുത്ത് അതിലേക്ക് റാപ്പിൻ്റെ നമ്മൾ റെഗുലർ ചപ്പാത്തി ആയാലും മതി. ഇത് റാപ്പ് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതിട്ടൊന്ന് ഹീറ്റപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇടുക. ഇനി അതിൻ്റെ അകത്തേക്ക് നമുക്ക് എന്തൊക്കെ ഫില്ലിങ്സ് വേണമോ വെജിറ്റബിൾസ് ഒക്കെ യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഓണിയൻസ്, പിന്നെ നമ്മളുടെ ചെറുപയർ, മുളപ്പിച്ച ചെറുപയറാണ്. പ്രോട്ടീൻ കുറച്ച് കൂടുതൽ, ഇപ്പം കുറച്ച് ഡയറ്റൊക്കെ നോക്കുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് പ്രോട്ടീൻ ആയിക്കോട്ടെ എന്ന് കരുതി. പിന്നെ ലെറ്റസ് കട്ട് ചെയ്തത്, പിന്നെ അതിലേക്ക് കുറച്ച് സ്പൈസി മേയോ, അതായത് മയോണൈസിലേക്ക് നമ്മൾ സിറാച്ച സോസ് ഒഴിച്ചിട്ട് അതും കൂടെ യൂസ് ചെയ്ത് അങ്ങനെ നമ്മളുടെ ഇത് റെഡിയായി. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. See you later.